വെൽക്കം ടു ഓട്ടോമാൻ. അപ്പോൾ നമ്മൾ പുതിയ ട്രിപ്പിലേക്ക് പോവാണ്. എങ്ങോട്ടേക്കാണ് മണി? ദുബായ്, അൽ ദുബായ്. അപ്പോൾ നമ്മൾ ദുബായിലേക്കാണ് അടുത്ത ട്രിപ്പ്. പാരീസ് ലക്ഷ്മി പോകുന്നത് ദുബായിലേക്കാണ്. ഫ്ലൈറ്റിൽ നമ്മളിപ്പോൾ ലണ്ടൻ ഹീത്രോ എയർപോർട്ടിലാണ് ഉള്ളത്. ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട്. ഒരു 8 മുതൽ 9 മണിക്കൂർ വരെ ഫ്ലൈറ്റ് ടൈം ഉണ്ട്. ഡയറക്റ്റ് ഫ്ലൈറ്റ് അല്ല, നമ്മൾ ബഹ്റിനിൽ ലേ ഓവറുള്ള ഫ്ലൈറ്റിലാണ് പോകുന്നത്. രാവിലെ ഒരു 10 മണിയാകുമ്പോൾ ദുബായിലെത്തും. ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ കയറി ബോർഡിംഗ് ഒക്കെ ഭയങ്കര സ്മൂത്തായിരുന്നു. സീറ്റൊക്കെ അത്യാവശ്യം നല്ല സീറ്റാണ്. ഗൾഫ് എയർ ഞാൻ വന്നപ്പോൾ ഗൾഫ് എയറിലാണ് വന്നിട്ടുണ്ടായിരുന്നത്, കൊച്ചിയിൽ നിന്ന് ലണ്ടനിലേക്ക്. ഡയറക്റ്റ് ഫ്ലൈറ്റ് അല്ല, ബഹ്റിനിൽ അതും കണക്ഷൻ ഫ്ലൈറ്റ് ആയിരുന്നു. പക്ഷേ അത്രത്തോളം നല്ല ഫ്ലൈറ്റ് ആയിരുന്നില്ല. ഇത് നല്ല ഫ്ലൈറ്റ് ആയിരുന്നു. നല്ല വൃത്തിയുണ്ട്. സീറ്റൊക്കെ കുറച്ച് അടിപൊളിയാണ്. എയർ ഹോസ്റ്റസിൻ്റെ നല്ല ഗ്രീറ്റിങ്സും ഒക്കെ നന്നായിട്ടുണ്ട്. ബാക്കി നമുക്ക് ഫുഡും കാര്യങ്ങളും വരുമ്പോൾ നോക്കാം. അപ്പോൾ ഈ കാണുന്നത് ദുബായ് ഫ്രെയിമാണ്. ലാർജസ്റ്റ് ഫ്രെയിം ഇൻ ദ വേൾഡ് ആണ്. കാരണം ദുബായിൽ തന്നെ ഏറ്റവും വലിയ ഫ്രെയിം. ഇതിന്റെ ഉള്ളിലൂടെ നമുക്ക് യാത്ര ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത്ര അട്രാക്ഷനാണ് ഇത്. ദുബായ് മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചർ. അതായത് നമ്മളെ ഫ്യൂച്ചറിന്റെ ഒരു സിംബോളിക് ആയിട്ടുള്ള എയുടെ റെപ്രസെന്റേഷനും അങ്ങനത്തെ ഫ്യൂച്ചറിനെ പറ്റി കാണിക്കുന്ന ഒരു സംഭവമൊക്കെ സെറ്റപ്പൊക്കെ ഉള്ളതാണ്. ഇതിന്റെ ഡിസൈൻ തന്നെ ഭയങ്കര സെറ്റപ്പാണ്. ആ ഡിസൈൻ നോക്കി എന്ത് രസമാണല്ലേ ഡിസൈൻ കാണാൻ വേണ്ടിയിട്ട്. അതിന്റെ ടോർ ഷേപ്ഡ് ബിൽഡിംഗ് എന്നാണ് ആ ഡിസൈനിന്റെ പേര്. പിന്നെ അതിന്റെ വിൻഡോസ് ഒക്കെ ഒരു ഫോം ഓഫ് എ പോയമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ദുബായിലുള്ള ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് സംസം എന്ന് പറയുന്നൊരു ഹോട്ടലിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ മന്തിയും മത്ഫൂണ് ഒരുപാട് സാധനം, സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല, അറേബ്യൻ ഡിഷസ് ആണ് കഴിച്ച്. പൊന്നോ, ഫുഡ് എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? ഇങ്ങനെ അടിച്ചേ അബൂഷ, ഇങ്ങനെ അടിച്ചേ. ഇപ്പോൾ ഉള്ളത് ദുബായ് മോളിലാണ്. ദുബായിലെ ഏറ്റവും വലിയ മോള്, ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ മോള്. 1200-ൽ പരം ഷോപ്പുകളുള്ള ഈ വലിയ മോള് ഇറ്റ് വാസ് എ മോസ്റ്റ് വിസിറ്റഡ് ബിൽഡിംഗ് ഓൺ ദ പ്ലാനറ്റ്. ഒരു വർഷത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വിസിറ്റ് ചെയ്തത് ഈ പ്ലാനറ്റിൽ തന്നെ 54 മില്യണിൽ പരം ആളുകളാണ് ഇവിടെ വിസിറ്റ് ചെയ്തിട്ടുള്ളത്. ദുബായ് അക്വേറിയം, ദുബായ് അണ്ടർ വാട്ടർ സൂ 2018 ഓപ്പൺ ആയത്, ഇങ്ങനെയുള്ള ഒരുപാട് അട്രാക്ഷൻ കൂടിയ ഒരു ഭയങ്കര സെറ്റപ്പ് സ്ഥലമാണ് ദുബായ് മോൾ. ദുബായിൽ വന്നവർക്കൊക്കെ ഷോപ്പിംഗ് മനസ്സിലുള്ളവർക്കൊക്കെ ഒന്ന് കയറി കാണാനെങ്കിലും തോന്നുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ്. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് ബുർജ് ഖലീഫ. ബുർജ് ഖലീഫിനെ പറ്റി ഇപ്പോൾ ആർക്കും നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ലോകം മൊത്തമുള്ള ആൾക്കാർക്ക് ബുർജ് ഖലീഫിനെ പറ്റി നന്നായിട്ട് അറിയാം. ദ ടോളസ്റ്റ് ബിൽഡിംഗ് ഇൻ ദ വേൾഡ് ആണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിംഗ്. തായ്പൈ 101 എന്ന് പറയുന്നൊരു ബിൽഡിങ്ങിനെ പുറന്തള്ളിക്കൊണ്ട് 2010-ലാണ് ബുർജ് ഖലീഫ നിലവിൽ വന്നത്. 2004-ൽ പണി തുടങ്ങിയ ബുർജ് ഖലീഫ 6 വർഷം കൊണ്ട്, അതായത് 2009-ൽ പണി തീരുകയും 2010-ൽ എല്ലാ വർക്കും കഴിഞ്ഞിട്ട് പുറത്തു വരികയും ചെയ്തു. ഈ ഒരു ചെറിയ സമയം കൊണ്ട് ഇത്രയും വലിയൊരു ഡിസൈൻ മാർവൽ ഉണ്ടാക്കിയതിന് അതിൻ്റെ ഡിസൈനേഴ്സോട് നന്ദി. അമേരിക്കൻ ബേസ്ഡ് കമ്പനിയാണ് ഇത് ചെയ്തത്. MR ഡെവലപ്പേഴ്സ് ആണ് ഇതിൻ്റെ ഫിനാൻഷ്യലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. കേരളത്തിൻ്റെ തനിമയാർന്ന ഫുഡ്, അത് നാടൻ കേരള ഫുഡ് ആയിക്കോട്ടെ, ഇപ്പം കേരളത്തിൽ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന അറബിക് ഫുഡ് ആയിക്കോട്ടെ, ഇനി വെസ്റ്റേൺ ക്യൂസിൻസ് ആയിക്കോട്ടെ, ഇതൊക്കെ കഴിക്കണമെങ്കിൽ നമ്മൾ ദുബായി തന്നെ പോകണം. സത്യം പറഞ്ഞാൽ
അപ്പോൾ നമ്മൾ ഇവിടെ ദുബായ് മോളും ബുർജ് ഖലീഫൊക്കെ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മളൊരു ചെറിയ ക്യാമ്പിങ്ങിന് വേണ്ടി പോവാണ്. ഈ ദുബായിൽ അടുത്തുള്ള ആൾക്കാർക്കൊക്കെ ജബൽ ജെയ്സ് എന്ന് പറഞ്ഞ സ്ഥലം അറിയായിരിക്കും. എനിക്കിത് ഫെമിലിയർ ആയ സ്ഥലമല്ല. അപ്പോൾ നമ്മൾ അവിടത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ വാങ്ങിക്കായിരുന്നു. ടെൻറ്റൊക്കെ നമ്മളെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. ചാർക്കോളൊക്കെ വാങ്ങിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ലൈറ്റ് കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ അതൊക്കെ ഒന്ന് വാങ്ങിക്കായിരുന്നു. നമ്മൾ 6 പേര് കൂടിയിട്ടാണ് പോണത്, കുട്ടിയടക്കം. എൻ്റെ ബ്രദർ ഇവിടെ ദുബായിലാണ്, അതുകൊണ്ടാണ് നമ്മൾ ദുബായിലേക്ക് വന്നത്. അപ്പോൾ അവർ മുന്നേ ഈ ക്യാമ്പിങ്ങിനൊക്കെ പോയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് പോകുമ്പോൾ കാണാം. നമ്മൾ ക്യാമ്പിംഗ് ഒക്കെ കഴിഞ്ഞ് താഴേക്ക് പോവാണ്. വെയിൽ മൂർത്തന്നെ അവസ്ഥയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ താഴേക്ക് ഇറങ്ങി. ഇപ്പം സമയം 7 മണി. നമ്മൾ ഉറങ്ങിയിട്ടില്ല ഇതിൻ്റെ മുകളിൽ. നല്ല ക്ലൈമറ്റ് ആയിരുന്നു. അധികം ചൂടുമില്ല തണുപ്പുമില്ല. ഭയങ്കര ന്യൂട്രലായ ഒരു ക്ലൈമറ്റ് ആയിരുന്നു. താഴെ ഭയങ്കര ചൂടായതുകൊണ്ട് ഇത് ഭയങ്കര എൻജോയ് ചെയ്യാൻ പറ്റി. തീരെ തിരക്കുണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ നോർമലി ഭയങ്കര തിരക്കാവുന്നതാണ് ആൾക്കാർ പറഞ്ഞത്. ഇവിടെ സ്ഥലമൊന്നുമില്ല, റോഡിൻ്റെ സൈഡിലൊക്കെയാണ് ആൾക്കാർ ടെൻ്റ് അടിക്കുക. ആ ക്ലൈമറ്റിന് വേണ്ടി മാത്രമാണ് കേട്ടോ ഇങ്ങോട്ട് വരുന്നത്. ജസ്റ്റ് ഒന്ന് സ്ഥലം കാണിച്ചു കൊടുത്തേ. ഇവിടുത്തെ ഞാൻ ഇങ്ങനത്തെ മലകൾ ഞാൻ ഇതുവരെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. സത്യം പറഞ്ഞാൽ ഒരു വല്ലാത്ത മലകൾ അല്ലേ അല്ലേ അമ്മണി? ആ ടെക്സ്ചർ നോക്കി. ഒരാൾ സൈക്കിൾ ചവിട്ടി പോന്ന ഫോറിനർ ആയിരിക്കും മിക്കവാറും. ഇപ്പം നമ്മളുള്ളത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കവേർഡ് ആയിട്ടുള്ള ബട്ടർഫ്ലൈ ഗാർഡനിലാണ്. ബാംഗ്ലൂർ നമ്മൾ മുന്നേ ബട്ടർഫ്ലൈ ഗാർഡനിൽ പോയിട്ടുണ്ട്. അതുപോലെയല്ല, ഇത് വളരെ വലുതാണ്. ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ കിളികളുടെ ശബ്ദവും ഇപ്പം നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന ശബ്ദങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ അവർ ഉണ്ടാക്കിയതാണ്, കൃത്രിമമായിട്ട് ഉണ്ടാക്കിയ ശബ്ദമാണ്. ഇതിനുള്ളിലൊരു ഭയങ്കര പച്ചപ്പും ഫീലൊക്കെ നമുക്ക് തരും. 41 ഡിഗ്രി പുറത്ത് കത്തി നിൽക്കുന്ന സമയത്താണ് ഉള്ളിൽ ഈ ഫീലെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതിൻ്റെ ഉള്ളിൽ 15,000-ൽ പരം ബട്ടർഫ്ലൈസ് ഉണ്ട്. അതും 50ഓളം വെറൈറ്റീസ്, പല വെറൈറ്റീസ്. ഓരോ സമയത്ത് ചിലപ്പോൾ മാറി മാറി വരുന്നുണ്ടാവും. പക്ഷേ ഇപ്പോൾ അത്യാവശ്യം ഉണ്ടായിരുന്നു ബട്ടർഫ്ലൈ നിറഞ്ഞിരിക്കുകയെന്ന് ഞാൻ പറയുന്നില്ല. ഈ വീഡിയോ കാണുന്ന പോലത്തെ ഒരു എഫക്റ്റ് നമുക്ക് ഇപ്പോൾ ഈ സ്ഥലത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. ഇതാണ് ദുബായ് മിറാക്കിൾ ഗാർഡൻ. ഇതൊരു ശരിക്കൊരു മിറാക്കിൾ ഗാർഡൻ തന്നെയാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത്രയും ചൂടുള്ള, നമുക്ക് ഇവിടെ എത്തുമ്പോൾ കുറച്ചൊരു വരണ്ടത് പോലെയല്ലേ തോന്നുക. ആ വരണ്ട
തോന്നൽ മൊത്തം മാറുന്ന 2 സ്ഥലങ്ങളാണ്. ഒന്ന് ബട്ടർഫ്ലൈ ഗാർഡൻ, ഒന്ന് മിറാക്കിൾ ഗാർഡൻ. ഇത് രണ്ടും തൊട്ടടുത്ത് തന്നെയാണ്. ഇത് 2013 വാലന്റൈൻസ് ഡേക്കാണ് ഇത് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു മൊത്തം പൂക്കളാണ്. ഈ എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റൊക്കെ പൂക്കളാൽ അലങ്കൃതമാണ്. മുന്നേ ഇവിടെ വന്നവർ പറയുന്നത് ഇതിലും അടിപൊളിയായിരുന്നു. ഇപ്പോൾ കുറച്ച് ചൂടൊക്കെ കൂടിയപ്പോൾ എൻ്റെ ബ്രദറൊക്കെ മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറയുന്നത് ഇതിലും അടിപൊളിയായിരുന്നു. ഈ എമിറേറ്റ്സ് മൊത്തമായിട്ട് പൂക്കളിൽ കവേർഡാണെന്നാണ്. ഇതിന് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ. ലോകത്തെ ഏറ്റവും വലിയ നാച്ചുറൽ ഫ്ലവർ ഗാർഡനാണ്. 50 മില്യൺ ഫ്ലവേഴ്സ്, 250 മില്യൺ പ്ലാന്റ്സ്. 250 മില്യനാണ് അതിൻ്റെ നമ്പർ. നമ്മുടെ രാത്രി 1 മണിക്ക് ഇവിടെ ഫുഡ് കഴിക്കാൻ വന്നാണ്. ഇവിടുത്തെ നൈറ്റ് ലൈഫ് നോക്കി. ഇപ്പോഴും ഫുൾ ഓണാണ് ദുബായ്. കരാമ എന്ന് പറയുന്ന സ്ഥലമാണ്. കൂടുതൽ ഇന്ത്യൻസൊക്കെ കുറച്ച് കൂടുതലായിട്ടുണ്ട്. കുറേ ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളുണ്ട്, മലയാളി റെസ്റ്റോറൻറ്റുകളും കുറേ ഉണ്ട്. നമ്മളൊരു ഷവർമ വാങ്ങിച്ചു. 30 ദിർഹത്തിൻ്റെ ഷവർമയാണ് കേട്ടോ ഇത്. നാട് വിട്ടതിന് ശേഷം നമ്മൾ ഒരു നാടൻ ഷവർമ, ലബനീസ് നാടൻ ഷവർമ. ഇത് ലബനീസാണ്, നാടൻ ഷവർമയല്ല. അപ്പോൾ ലബനീസ് ഷവർമ നമ്മൾ മുന്നേ കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്ര വലിയ ക്വാണ്ടിറ്റി 30 ദിർഹത്തിനെന്ന് പറയുമ്പോൾ ഒരുപാട് ഷവർമ ഇവിടെ അവൈലബിൾ ആണ്. 5 മുതൽ 10 വരെ. നമ്മൾ 4 പേർക്ക് വേണ്ടിയിട്ടുള്ള സംഭവമാണ്. ഇതിൻ്റെ ക്വാണ്ടിറ്റി നോക്കി ഫ്രഞ്ച് ഫ്രൈസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഒരു ഭയങ്കര സെറ്റപ്പ് ആയിട്ടുണ്ട്. ഇവിടെ ഈ അബുഹൈൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്, ദുബായിൽ. നമ്മൾ ഒരുപാട് ഫുഡ് ഐറ്റംസ് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഒക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ലഞ്ച് കഴിക്കുമ്പോഴും നമ്മൾ നാടൻ ഫുഡും, കണ്ണൂർക്കാരായതുകൊണ്ട് അറിയാമല്ലോ നമുക്ക് മീനോടൊക്കെ താല്പര്യം കൂടുതലാണ്. അങ്ങനത്തെ ഫുഡൊക്കെ കുറേ ട്രൈ ചെയ്തിരുന്നു. അപ്പോൾ ഈ ഫുഡോട് കൂടിയിട്ട് നമ്മുടെ ചെറിയ ദുബായ് വീഡിയോ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സപ്പോർട്ട്.